തോന്നും. പക്ഷെ കഴിഞ്ഞ 2 വർഷം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഒത്തിരി പേരുടെ ആട്ടും തുപ്പും ഒത്തിരി. പക്ഷെ അപ്പോൾ ഞാൻ വിശ്വസിച്ചത് ദൈവത്തിലായിരുന്നു. കാരണം നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തെ ആശ്രയിക്കുന്നതാണ്. ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നുണ്ടായിരുന്നു, കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ +2 പാസ് ഔട്ടായത് 2020-ലാണ്. അതിനുശേഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ഏജൻസി എടുത്തത്. അവർ A2 വെച്ചിട്ട് മെഡിക്കൽ ഫീൽഡിന് A2 മതി, A2 വെച്ചിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ലാംഗ്വേജ് പഠിച്ചു, പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമായിരുന്നു. പഠിച്ചു, എക്സാം എഴുതി, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ഞാൻ 2 മാർക്കിന് ഫെയിലായി. അപ്പം ഞാൻ ഓർത്തു, ഭയങ്കര വിഷമമായി, ഡിപ്രഷനായി. കാരണം എൻ്റെ 1 ഇയറാണ് ഞാനൊരു A2-ന് വേണ്ടിയിട്ട് കളഞ്ഞത്. ഒത്തിരി പഠിച്ചിട്ടൊക്കെ എന്തുകൊണ്ട് മാതാവ് നീ എന്നെ കൈവിട്ടു എന്ന് പ്രാർത്ഥിക്കുന്ന പകരം ഞാൻ ദൈവത്തിൻ്റെ പ്ലാൻ വേറെ ആയിരിക്കും എന്ന് ഓർത്തു. അപ്പോഴേക്കും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു 1 ഇയർ കളഞ്ഞെന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, വീണ്ടും ഡേറ്റ് എടുത്ത് ഞങ്ങൾ 20 പേര് എക്സാം പോയി എഴുതി. റിസൾട്ട് വരുന്ന ദിവസം ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവേ നീ വിധിച്ചതാണെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു അടുത്ത അക്കാഡമിക്ക് സ്റ്റാർട്ട് ചെയ്തു, നേഴ്സിങ്ങിന് പൊക്കോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക. 20 പേര് എഴുതിയെന്ന് ഞാൻ മാത്രം പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. അതിനുശേഷം ഞാൻ വീണ്ടും ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്തു. അപ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്നത്, ഞാൻ ഫസ്റ്റ് എടുത്ത ആ ഒരു ഏജൻസി ഫുള്ള് പറഞ്ഞതുപോലെ ഒന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. വീണ്ടും ഞാൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും ദൈവകൃപയാൽ ഞാൻ പെട്ടെന്ന് തന്നെ പാസ്സായി. അതിൻ്റെ പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞപ്പം അടുത്ത ഡിലേ. എനിക്ക് കോളേജിൽ നിന്ന് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല. അതുപോലെ തന്നെ കോളേജിൽ നിന്ന് കോൺട്രാക്റ്റോ അങ്ങനെ ഒന്നും കാര്യത്തിന് ഇൻ്റർവ്യൂ കിട്ടാഞ്ഞിട്ട് വന്നിട്ട് അപ്പോഴേക്കും ഞാൻ ഉടമ്പടിയുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഉടമ്പടിയുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഏപ്രിൽ 18 ആയപ്പോഴേക്കും ഞാനിവിടെ വന്നു. കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പോയി പ്രാർത്ഥിച്ചു, എന്നെ തന്നെ നവീകരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ജർമ്മൻ ലാംഗ്വേജിലായിരുന്നു ഇൻ്റർവ്യൂ. അതിന് നല്ല പേടിയുണ്ടായിരുന്നു. ഒരു കയ്യിൽ എൻ്റെ കൃപാസന ലോക്കറ്റ് ആയിരുന്നു. അപ്പം 1/2 മണിക്കൂർ എനിക്ക് ഇൻ്റർവ്യൂ എടുത്തു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, ട്രീസ നിൻ്റെ ഇരിപ്പ് കാണുമ്പം എനിക്ക് തന്നെ പേടിയാവുന്നു, നീ ഒന്ന് കൂളായിട്ടിരുന്നെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു. അവരെന്നെ സെലക്ട് ആക്കി. പെട്ടെന്ന് തന്നെ എൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റും കിട്ടി. പിന്നെ അതുപോലെ തന്നെ വർക്ക് കോൺട്രാക്റ്റും കിട്ടി. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ളവർ ഇതുവരെ കോൺട്രാക്റ്റുകൾ കിട്ടാത്ത കുറേ പേരുണ്ട്. സെപ്റ്റംബർ 1 എനിക്ക് ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ശനിയാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇപ്പം പറയുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ കഴിഞ്ഞ 2 വർഷം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു. ഒത്തിരി പേരുടെ ആട്ടും തുപ്പും ഒത്തിരി. പക്ഷെ അപ്പോൾ ഞാൻ വിശ്വസിച്ചത് ദൈവത്തിലായിരുന്നു. കാരണം നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് ദൈവത്തെ ആശ്രയിക്കുന്നതാണ്. ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നുണ്ടായിരുന്നു, കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരെല്ലാം കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴേക്കും എനിക്ക് മാത്രം ഒന്നും ആകാതിരിക്കുന്ന സമയത്ത് ഒത്തിരി ഞാൻ നിരാശപ്പെട്ടിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ഒത്തിരി സ്റ്റേജസ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ കൊടുത്തു. ഒരു കാര്യം എനിക്ക് പറയാനേ ഉള്ളൂ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നവർക്ക് അതായത് നമ്മൾ മാതാവിൻ്റെ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ മാതാവ് നോക്കിക്കാണും. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേര് നമ്മളെ കുറ്റപ്പെടുത്താൻ കാണും, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കാണും. പക്ഷേ മാതാവിൻ്റെ കൈ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ഉത്തമ ബോധ്യം മാത്രം മതി. എന്നോട് കുറേ പേര് വരും, ഇത് പറ്റത്തില്ല, നിൻ്റെ ജീവിതം നീ ഫെയിലാവും, നിനക്ക് ഒരിടത്തും എത്താൻ പറ്റത്തില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞത് ഇല്ല, ഞാൻ കർത്താവിനെ കൊടുത്തത്, വെറുതെ പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. പക്ഷേ നമ്മുടെ ദൈവത്തെ വിശ്വസിച്ച അൾട്ടിമേറ്റ് ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് മുകളിലിരിക്കുന്നതിന്, അല്ലാണ്ട് മനുഷ്യൻ്റെ കഴിവിലോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കോ ഒതുങ്ങുന്നതായിട്ടൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ബാക്കി കർത്താവിൻ്റെ കൊടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല കൃപ നൽകിയ മാതാവിന് 1000 നന്ദി. എനിക്കിപ്പം ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ജർമ്മനിയുടെ കാര്യത്തിൽ ഡിലേ അടിച്ച് സമയത്ത് ഒരു ദിവസം സ്വപ്നത്തിൽ വന്ന് ഈ മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ മനസ്സിങ്ങനെ പറയുവാണ്, നിനക്ക് വിധിച്ച സ്ഥലമല്ലെന്ന്. ഫസ്റ്റ് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടുന്നില്ലായിരുന്നു.
പക്ഷേ ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നിൽക്കുമായിരുന്നു. ഞാൻ മാർച്ച് ഇന്ത്യക്ക് പോകാനിരുന്നതായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. സെപ്റ്റംബറായി, നല്ല സ്ഥലം, നല്ല കോളേജ്, കുറച്ചും കൂടി സിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് ദൈവം തന്നു. അപ്പം 1000 മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സ്തുതി. ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം. മരിയൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ആ പ്രാർത്ഥനയിൽ ആഴപ്പെടാനായിട്ട് ഒരു കുറവുണ്ടായിരുന്നു. ആ കുറവ് പരിശുദ്ധ അമ്മ നികത്തി കൊടുത്തു. അമ്മയെ മുറുകെ പിടിച്ച് അന്ന് മുതൽ പിന്നീട് ഒത്തിരിയേറെ മാറ്റങ്ങൾ, കൂടെയുള്ള എല്ലാവരും തന്നെ കളിയാക്കുമ്പോഴും ഒത്തിരിയേറെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും നീ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് പ്രത്യേകമായിട്ട് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. പ്രാർത്ഥനകൾ ആരൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തുടങ്ങിയിരുന്നു. അതുകൂടാതെ തന്നെ ഈ ഒരു വിജയത്തിന് ഈ ഒരു പരീക്ഷയും അതുപോലെ ജർമ്മൻ ലാംഗ്വേജൊക്കെ പഠിക്കാൻ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങിയത്. 1 വർഷം തന്നെ അതിനുവേണ്ടി ശ്രമിച്ചു. അതിലവസാനം പരാജയപ്പെട്ടപ്പോൾ അതിന് ഡിലേ വന്നപ്പോഴും ഈശോയെ മുറുകെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതുപോലൊപ്പം തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മനസ്സിലായത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ആ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പിന്നീട് തൻ്റെ യാത്ര നടത്തുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുവാനും വിശ്വാസത്തിലേക്ക് ആഴപ്പെടാനും പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാനും ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോ തടസ്സങ്ങളും പിന്നീട് മാറാൻ തുടങ്ങി. 1 വർഷമായിട്ട് അനുഭവിച്ചിരുന്ന കണ്ണീരുകളും ഞെരുക്കങ്ങളും കളിയാക്കലുകളും നൊമ്പരങ്ങളും ഒക്കെ മാറി എല്ലാവരുടെയും മുമ്പിൽ വിജയശ്രീലാളിതയായി നിൽക്കാനായിട്ട് അമ്മ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അമ്മയുടെ പ്രത്യേകമായ കരുതലും സംരക്ഷണം അനുഭവിക്കാനും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തന്നെ അമ്മ തിരഞ്ഞെടുത്തു കൊടുത്തു. ഈ മകൾ ആഗ്രഹിച്ചിരുന്ന ഇന്ന സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്തു, അവിടെയൊക്കെയാണ് പോകേണ്ടതെന്ന് കരുതി. പക്ഷേ അമ്മ സ്വപ്നത്തിലൂടെ പറഞ്ഞത് അതല്ല, നിനക്ക് നൽകുന്നത് ബെസ്റ്റായിട്ടുള്ള സ്ഥലം. അങ്ങനെ ഇപ്പോൾ ബെസ്റ്റായിട്ടുള്ളൊരു കോളേജിൽ തന്നെ പഠിക്കാനും അതൊരു ഇൻ്റർവ്യൂ ഡിലേ ആയിരുന്നു. അതും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതിവേഗം പെട്ടെന്ന് തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇൻ്റർവ്യൂ വിളിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. ഉടമ്പടി കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. ആ ഉടമ്പടി കാശുരൂപം പ്രത്യേകമായിട്ട് അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നതായിരുന്നു. അമ്മയുടെ സാന്നിധ്യം അമ്മ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ജർമ്മൻ ലാംഗ്വേജിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമായിരുന്നു. പക്ഷെ അതൊക്കെ അമ്മ കൂടെ ഇരുന്ന് മകളെ ട്രെയിൻ ചെയ്തു. അമ്മ കൂടെ ഇരുന്ന് അവളെ സഹായിച്ചു. ഉടമ്പടി ബന്ധത്തിലൂടെ നിലനിന്നത് കൊണ്ട് ധീരതയോടെ പറയാൻ സാധിച്ചു. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വിജയമെന്ന ഒരു ഉത്തമ ബോധ്യത്തിലേക്കും കൃപയുടെ നിറവിലേക്കും ഈ മകൾക്ക് കടന്നു വരാൻ സാധിച്ചു. അമ്മ ഈശോ ഈ മകളെ അനുഗ്രഹിച്ചിരുന്നു. അതുപോലെ ആൻറ്റിയുടെ കാര്യത്തിലും മകൻ്റെ കാര്യത്തിലും കുഞ്ഞുങ്ങളില്ലായിരുന്നു. 5 വർഷമായിട്ട് അവസാനം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനഫലമായിട്ട് കുഞ്ഞിനെ ലഭിച്ചു. അതേപോലെ തന്നെ ഒരു പേരക്കിട മോളുടെ കുഞ്ഞിനെ ഇതേപോലെ പെട്ടെന്ന് കുഞ്ഞാണ് കയ്യിലെ ഇടയിൽ ഡോറിനിടെ ജാമായിപ്പോയി. അങ്ങനെ അത് ഒടിഞ്ഞ് എന്നൊരാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതും ഉടമ്പടി തൈലം അത് പൂശി പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലിയത് നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് റോമ 19 പ്രകാരം കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതിനും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പോൾ അവിടെ കർത്താവിൻ്റെ ശക്തി പ്രകടമായി. അങ്ങനെ അത് എക്സ്റേ എടുത്തപ്പോൾ ഒടിവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ മകൾക്കും ഈ ആൻറ്റിക്കും ചെയ്തു കൊടുത്ത് കർത്താവിനമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ